ഒടുക്കമന്തി യാത്രക്കൊരുങ്ങുകയാണ് അർജുൻ. 11 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നതാണ്. അങ്ങനെയെങ്കിൽ 15 മിനിറ്റ് കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ഏറെക്കുറെ പൊതുദർശനം അവസാനിക്കാറായെന്ന് തോന്നുന്നു. പൊതുദർശനം ഇന്ന രീതിയിൽ കാര്യമായി അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ 11 മണിയോടുകൂടി ഇപ്പോൾ മനാഫിന് അവസാനമായി ആ ശരീരം അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. മനാഫിനെ, ലോറി ഉടമ മനാഫിനെ അർജുൻ്റെ ഭൗതികദേഹത്തിനടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. പക്ഷേ ഈ സമയം മനാഫിനോളം ആ കുടുംബത്തിനോ ഈ നാടിനോ സ്മരിക്കേണ്ട, ഓർക്കേണ്ട മറ്റൊരു പേരുണ്ടാകില്ല. കാരണം അയാളുടെ നിശ്ചയദാർഢ്യം കൂടിയാണ് അടക്കാനെങ്കിലും ഒരു ദേഹം ബാക്കിയായി കിട്ടിയത്. 60% ശരീരഭാഗം മാത്രമേ കിട്ടിയിട്ടുള്ളൂ എങ്കിൽ കൂടിയും അത് കിട്ടിയതിന് പിന്നിലെ പ്രയത്നം, അത് മനാഫും സതീഷ് കൃഷ്ണസെയിലും ഈശ്വർ മൽപ്പയും ഒക്കെ നടത്തിയ പരിശ്രമങ്ങളുടെ ഭാഗം കൂടിയാണ്. ഇപ്പോൾ മനാഫ് അവസാനമായി, ഇപ്പോൾ അർജുൻ്റെ മകൻ അവസാനമായി അച്ഛൻ്റെ ചേതനയറ്റ ശരീരം അടുത്തേക്ക് കൊണ്ടുവരികയാണ്. അങ്ങേയറ്റം വൈകാരികമായ ഹൃദയഭേദകമായ കാഴ്ചയാണ്. അർജുൻ്റെ കുഞ്ഞുമകൻ, 2.5 വയസ്സുള്ള മകനെയാണ് നമ്മൾ കാണുന്നത്. എല്ലായ്പ്പോഴും തിരിച്ചു വരുമ്പോൾ കളിപ്പാട്ടവും മിഠായികളുമായി തിരിച്ചെത്താറുള്ള അർജുൻ ഇത്തവണ വന്നപ്പോൾ അർജുൻ യാത്രക്കിടയിൽ എപ്പോഴോ അവന് വേണ്ടി മേടിച്ച ഒരു ലോറി കളിപ്പാട്ടം, അത് വലിയ നൊമ്പരക്കാഴ്ചയായി കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെയൊക്കെ ഉള്ളിലുള്ളതാണ്. ഇനി അർജുൻ ഇല്ല, അച്ഛനില്ല എന്നുള്ള യാഥാർത്ഥ്യം ഒരു പക്ഷേ ആ കുഞ്ഞു മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടാവില്ല. പക്ഷെ ആ വലിയ ആൾക്കൂട്ടം, കരയുന്ന കുടുംബം, കരയുന്ന അമ്മ, ഇതൊക്കെ അവൻ്റെ മനസ്സിലെ ഒരു നീറ്റലായി കാണണം. എന്തായാലും അവസാന യാത്രക്കൊരുങ്ങുന്ന അർജുന് സംസ്കാര ചടങ്ങുകളിലേക്ക് നീങ്ങുകയാണെന്ന് മനസ്സിലാക്കുന്നു. അതിനുള്ള തയ്യാറെടുപ്പുകൾ അവിടെ തുടങ്ങിയിട്ടുണ്ട്. നൂറുകണക്കിന് ആളുകളാണ് കണ്ണാടിക്കൽ എന്ന കൊച്ചു ഗ്രാമത്തിലേക്ക് ഒഴുകിയെത്തിയത്. വീട്ടിനുള്ളിൽ കുടുംബം അർജുൻ അന്ത്യാഞ്ജലി അർപ്പിച്ച ശേഷമാണ് മൃതദേഹം മുറ്റത്തെ പന്തലിൽ പൊതുദർശനത്തിന് വെച്ചത്. 1 കിലോമീറ്ററോളം നീളത്തിലാണ് ആദ്യഘട്ടത്തിൽ തന്നെ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയവരുടെ വരി ഉണ്ടായിരുന്നത്. 11 മണിക്ക് തന്നെ വിട്ടുവളപ്പിൽ സംസ്കാരം എന്ന് നേരത്തെ അറിയിച്ചിരുന്നതാണ്. അങ്ങനെയെങ്കിൽ ഇനി 10 മിനിറ്റ് കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. കഴിഞ്ഞ രാത്രി മുതൽ, ഇന്നലെ വൈകിട്ടാണ് കാർവാറിലെ ആശുപത്രിയിൽ നിന്ന് കുടുംബത്തിന് മൃതദേഹം കൈമാറിയത്. ആ സമയം മുതൽ ഇന്ന് രാവിലെ വരെ ഉറക്കമൊഴിച്ച് കാത്തിരിക്കുകയായിരുന്നു ആ നാടും കുടുംബവും. പുലർച്ചെ മുതൽ തന്നെ കണ്ണാടിക്കൽ അങ്ങാടിയിലൊക്കെ ആളുകൾ കാത്തു നിന്നിരുന്നതാണ്. 8 മണിയോടെയൊക്കെ മൃതദേഹം എത്തുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും രാവിലെ 6 മണി മുതൽ തന്നെ, ഒരു പക്ഷേ രാവിലെ 5 മണി മുതൽ തന്നെ കവലകളിലൊക്കെ ആൾക്കൂട്ടം തടിച്ചുകൂടി നിൽപ്പുണ്ടായിരുന്നു. ഏകദേശം 8:15 മൃതദേഹം കണ്ണാടിക്കല്ലിൽ എത്തിയത്. തുടർന്ന് ആംബുലൻസിന് പിന്നാലെ ആളുകൾ വിലാപയാത്രയായി കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് നടന്നു. ഒരു ഇടുങ്ങിയ വഴിയും കൂടിയാണ്. വലിയ ജനസഞ്ചയത്തെ ഉൾക്കൊള്ളാൻ മാത്രം പാകമുള്ള ഒരു ഗ്രാമവും അല്ല കണ്ണാടിക്കൽ. പക്ഷേ ആൾക്കൂട്ടം എവിടെ നിന്നൊക്കെയോ അർജുനെ നേരിട്ട് പരിചയമില്ലാത്ത വാർത്തകളിലൂടെ മാത്രം കണ്ടും കേട്ടും ഉള്ളിലൊരു നീറ്റലായി മാറിയ ഒരു ചെറുപ്പക്കാരൻ അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി എവിടെ നിന്നൊക്കെയോ തടിച്ചുകൂടിയ
ഒഴുകിക്കൂടി അനേകം മനുഷ്യരെയാണ് നമ്മൾ കണ്ണാടിക്കലിൽ കാണുന്നത്. റോഡിന് ഇരുവശവും സ്ത്രീകളും കുട്ടികളും അടക്കുന്ന പാരാവാരം കാത്തുപാർത്തു നിന്നതാണ് നമ്മൾ കണ്ടത്. വിതുമ്പിക്കരയുന്ന സ്ത്രീകളെയും പ്രായമായ അമ്മമാരെയും ഒക്കെ കാണാമായിരുന്നു. സ്വന്തം മക്കളെ നഷ്ടപ്പെട്ട വേദന പോലെ അവരുടെ മുഖത്ത് നിഴലിച്ചത് നമ്മൾ കണ്ടു. വീടിന് സമീപത്ത് മൃതദേഹം എത്തിയപ്പോൾ പോലീസിന് വലിയ തോതിൽ ആളുകളെ നിയന്ത്രിക്കേണ്ട ഒരു ഘട്ടവും ഉണ്ടായിരുന്നു. ഇപ്പോഴേതായാലും പൊതുദർശനം അതിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുന്നു എന്ന് മനസ്സിലാക്കുകയാണ്. നാട്ടുകാരുടെ വീട്ടുകാരുടെ പ്രിയപ്പെട്ട അർജുൻ്റെ മൃതദേഹം ഒരു നോക്ക് കാണാനുള്ള ആഗ്രഹത്തോടെ എത്തിയ അനേകം മനുഷ്യർ, അവരെയൊക്കെ ആ ശരീരത്തിലേക്ക് ഒരു നോക്കിയിട്ടാണ് തിരിച്ചു പോകുന്നത്. സാധാരണഗതിയിലുള്ളൊരു പൊതുദർശനമല്ല, മുഖം കാണാൻ കഴിയില്ല, അത് ആ കുടുംബത്തിനും കഴിയില്ല. പക്ഷെങ്കിൽ കൂടി വീട്ടുവളപ്പിലടക്കാൻ ഇപ്പോഴെങ്കിലും ഒരു തിരി കത്തിക്കാൻ പാകത്തിലെങ്കിലും ആ ദേഹം തിരിച്ചു കിട്ടിയല്ലോ എന്നുള്ള ആശ്വാസം നാടിനും ആ കുടുംബത്തിനും ഒക്കെയുണ്ട്. ഇനി സംസ്കാര ചടങ്ങുകളാണ്, അതിലേക്ക് കടക്കുകയാണ്.